ഹിസ്റ്റോറിക് കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് വന്നത് മിഡീവൽ മെഡിസിൻ എന്ന് പറയുന്ന കാലം. അതായത് 500 CE ടു 1450 CE. ആ ഒരു 1000 വർഷം എന്ന് പറയുന്നത് ഏറ്റവും ഡാർക്ക് ഏജസ് ഇൻ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടമാണ്. ഹ്യൂമൻ പ്രോഗ്രസ് ഭയങ്കര കുറവായിരുന്നു. നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ അതുവരെയുള്ള പ്രോഗ്രസ് ഒരുവിധം നശിച്ചു പോവുകയും പിന്നീട് സീറോന്ന് തുടങ്ങേണ്ടിയും വരുന്നൊരു സ്ഥിതി വന്നിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് 3 കാര്യങ്ങളായിരുന്നു. അതിൽ ഏറ്റവും മുന്തി നിന്നിരുന്നത് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ കോസസ് ഓഫ് ഡിസീസ് ആയിരുന്നു. അതായത് മറ്റൊരു ശക്തിയുടെ പ്രശ്നങ്ങൾ കാരണം, ഗോഡ്സ് ആക്ഷൻ, അല്ലെങ്കിൽ വേറൊരു വിച്ച് ക്രാഫ്റ്റ് കാരണം, അല്ലെങ്കിൽ എന്താണ് പറയുക, കൂടോത്രം കാരണം, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ വരുന്നൊരു സംഭവമാണ് അസുഖം എന്നുള്ള രീതിയിലായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. നാച്ചുറൽ കോസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ ഈ ഹിപ്പോക്രാറ്റസ് ഗാലൻ തിയറിയിൽ പറയുന്ന പോലെയുള്ള 4 ഹ്യൂമറുകളുടെ ബാലൻസ് തെറ്റുന്ന കാരണം വരുന്ന അസുഖങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ബാലൻസ് തിരിച്ചു പിടിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് പഴയ ഓർമ്മയിലും അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളൊക്കെ അത് തന്നെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് മിയാസ്മ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ബാഡ് എയർ കാരണം വരുന്നതാണ് അസുഖങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ എല്ലാവരും മാസ്ക് കെട്ടി നടന്നിരുന്ന പോലെ ഈ ബാഡ് എയർ മറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ മുഖംമൂടിയൊക്കെ ഇട്ട് നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഈ ഒരു 1000 years 500 CE തുടങ്ങി 1450 CE വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു 3 കോൺസെപ്റ്റ്സ് ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചത്. അന്നത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ആസ് യൂഷ്വൽ കുറേ എന്താ പറയുക പുരോഹിതന്മാരുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഫിസിഷ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിഷ്യൻസിൻ്റെ അന്നത്തെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്ന് പറയുന്നത് ഒന്ന് ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. കൂടാതെ ബ്ലഡ് ലെറ്റിംഗ്, അതായത് മുറിച്ചിട്ട് ബ്ലഡ് കളയുന്ന പരിപാടി, ബ്ലഡ് ലെറ്റിംഗ്. പിന്നെ പേർജിങ്, കുറേ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. മോക്സിബിഷൻ, നമ്മൾ നേരെ ചൈനയിൽ യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ഒരു ചെടിയുടെ ഇലകൾ കൂട്ടി കത്തിച്ചിട്ട് ആ ഇലയുടെ ചാരവും ആ പൊള്ളിയ ഭാഗം കൂടി പ്രസ് ചെയ്ത് തിരുമുന്നൊരു പരിപാടി. കപ്പിങ് ഇപ്പോഴും ചില സ്ഥലത്ത് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ബാഡ് ബ്ലഡ് കളയാൻ എന്ന് പറഞ്ഞിട്ട് പുറത്ത് കപ്പ് വെച്ചിട്ട് അതിലേക്ക് നെഗറ്റീവ് പ്രഷർ വെച്ച് അതിലേക്ക് ബ്ലഡ് വന്നു കഴിയുമ്പോൾ അത് കുത്തിക്കളയുന്ന പരിപാടി. മൈക്കിൾ ഫെൽപ്സ് ഒക്കെ ചെയ്തിട്ട് അന്ന് കാലത്ത് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്യപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കപ്പിംഗ് എന്ന് പറയുന്നത്. ട്രിപ്പാനിങ്, അതായത് ഹിസ്റ്ററിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ തലയിൽ തുളയിട്ട് അസുഖം കളയുന്ന പരിപാടി ഈ സമയത്ത് വീണ്ടും തിരിച്ചു വന്നിരുന്നു. അങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു അന്ന് ട്രീറ്റ്മെൻറ്റായിട്ട് വന്നിരുന്നത്. പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഇന്നെഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് കൂടിയാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അതായത് രോഗി വേദന സഹിക്കുകയും വേണം, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല. അത് അസുഖത്തിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളും കൂടി രോഗികൾ സഹിക്കേണ്ട ഒരവസ്ഥയായിരുന്നു അന്ന് മെയിനായിട്ടുണ്ടായിരുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നതിന് ശേഷം, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് ഈ വക ട്രീറ്റ്മെൻറ്റിൽ നിന്ന് രോഗികൾ രക്ഷപ്പെട്ടത്. ഈ ട്രീറ്റ്മെൻറ്റ് കാരണം മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള വൈദ്യശാലകളൊക്കെ വേറെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പിന്നെ അന്നുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോത്തിക്കരി എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോത്തിക്കരികൾ സ്വന്തമായിട്ട് മരുന്നുകൾ കണ്ടുപിടിച്ച് അത് ഇന്ന അസുഖത്തിനെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ട്രീറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോത്തിക്കരികൾ എന്ന് വിളിച്ചിരുന്നത്. പിന്നെ ബാർബർ സർജൻസ് എന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരങ്ങ് മുറിച്ച് സംഭവം ചെയ്യും. പക്ഷേ അനസ്തീഷ്യ, പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പരിപാടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർക്ക് ഇല്ല. ബാർബർ സർജൻസ് അവർ എന്ത് സംഭവം മുറിക്കാനുള്ള ഭാഗങ്ങളാണെങ്കിൽ പ്രശ്നമുള്ള ഭാഗങ്ങളെ അവർ മുറിച്ച് മാറ്റും. അപ്പോൾ ചിലപ്പോൾ സർജറി കാരണമുള്ള കോംപ്ലിക്കേഷൻസ് കാരണം തന്നെ രോഗികൾ മരിച്ചിരുന്നു. പിന്നെ ഹോം റെമഡീസ് ആൾക്കാരെ ട്രൈ ചെയ്തിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ പേഴ്സണൽ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ അത് ഭയങ്കരമായിട്ട് പൊന്തി വന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു ഈ മിഡീവൽ ഏജ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 1300 മിഡോട് 1347 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ബ്ലാക്ക് ഡെത്ത്, ബുബോണിക് പ്ലേഗ് വന്ന് കുറേ ആളുകൾ മരിച്ച ഒരു സമയം എന്ന് പറയുന്നത് ഈ മിഡീവൽ പീരീഡിലാണ്. അതിൽ മരണം എന്ന് പറയുന്നത് അത് ലോകം മൊത്തം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരുന്നു. സെൻട്രൽ ഏഷ്യ,
യൂറോപ്പ്, ആഫ്രിക്കയിലൊക്കെ അത് സ്പ്രെഡ് ചെയ്തിരുന്നു. യൂറോപ്പിൽ 1/3 to 2/3 ആൾക്കാർ ഈ ബുബോണിക് പ്ലേഗ് കാരണം മരിച്ചു പോയെന്നാണ് കണക്കാക്കുന്നത്. പിന്നെ ആ കാലഘട്ടത്തിലൊരു മേജർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മെഡിസിൻ, അതായത് പള്ളി നടത്തിയിരുന്ന ചികിത്സകൾ. അപ്പോൾ അതിൽ ചേർച്ചിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ്റെ പ്രോഗ്രസ്സിനെ ഒരു പരിധിവരെ തടയുകയാണ് പള്ളി ചെയ്തത്. കാരണം രോഗങ്ങൾ ഒരു പാപത്തിൻ്റെ ശിക്ഷയായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് പ്രാർത്ഥന മാത്രം മതി, പശ്ചാത്താപം മതി, നമ്മളുടെ പിൽഗ്രിമേജ് നടത്തിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അന്ന് പൊന്തി വന്നിരുന്നത്. പിന്നെ ചില പുണ്യാളന്മാരുടെ മിറാക്കുലസ് റിക്കവറിയിൽ ഒക്കെ അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഹ്യൂമൻ ബോഡി ഭയങ്കര സേക്രഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ഡിസെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അനാറ്റമിക്കൽ നോളജ് ഒരു തരത്തിലും ഇമ്പ്രൂവ് ചെയ്തില്ല. പിന്നെ അന്നത്തെ ഒരു ചേർച്ച് കൊണ്ടുവന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത് രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ചേർച്ചിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അന്ന് എടുത്തിരുന്നത്. അപ്പോൾ കെയർ ഓഫ് പേഷ്യൻസ് ഭയങ്കരമായിട്ട് അന്ന് കൂടിയിരുന്നു. പക്ഷേ ക്യൂർ ഓഫ് പേഷ്യൻസ് അല്ല, അതായത് കെയർ ഉണ്ടായിരുന്നു, ക്യൂർ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അന്ന് പോരുന്നത്. അപ്പോൾ സഫറിങ് ഓഫ് പേഷ്യൻസ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചേർച്ചസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഉള്ള നേഴ്സിംഗ് കെയറിൻ്റെ പ്രൊമോഷനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ചെയ്തൊരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗാലനെയൊക്കെ പള്ളി ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരുന്നൊരു സംഭവമായതുകൊണ്ട് ഗ്രീക്ക് മെഡിസിൻ്റെ കോൺസെപ്റ്റ്സ് അവർ ലാറ്റിൻ ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ബാക്കി വന്ന ലിറ്ററേച്ചറൊക്കെ പല പല ലാംഗ്വേജിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർച്ച് ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ ഗ്രീക്ക് മെഡിസിനിലുള്ള സംഭവങ്ങൾ അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അറബിക് മെഡിസിനാണ്. അതായത് 632 CE കഴിഞ്ഞതിന് ശേഷം അറബിക് എംപയർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അത് യൂറോപ്പിൽ പേർഷ്യ തുടങ്ങി യൂറോപ്പിൽ സ്പെയിൻ വരെയൊക്കെ എക്സ്പാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അറബ് സ്കോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദ ഫസ്റ്റ് സ്കോളർ ആയിട്ട് അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് സ്കോളറായിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നത് അരിസ്റ്റോട്ടലിനെയാണ്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ വർക്ക്സ് അവർ മൊത്തമായിട്ട് അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അത് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അൽ ഫറാബി എന്ന് പറയുന്ന മറ്റേ സ്കോളർ രണ്ടാമത്തെ സെക്കൻഡ് ടീച്ചറായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അറബിക് മെഡിസിനിൽ ഒരു മേജർ കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് റേസസ് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ഡോക്ടറാണ്. ആളുടെ ഒരു മേജർ വർക്ക് എന്ന് പറയുന്നത് സ്മോൾ പോക്സിനെയും മീസിൽസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ബുക്ക്. അന്ന് കാലത്ത് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. കാരണം ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സാധനമായിരുന്നു. പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്മോൾ പോക്സിനെയും അത്രയ്ക്ക് പ്രശ്നമില്ലാത്ത മീസിൽസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള മേജർ ഫീച്ചേഴ്സ് റേസസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഒരു അറബിക് മുസ്ലിം ഫിസിഷ്യൻ എന്ന് പറയാവുന്നത് അവിസന്ന ഇബിൻ സിന എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ 18 വയസ്സായപ്പോഴേക്കും കോർട്ട് ഫിസിഷ്യനായ ആളാണ്. ആൾക്ക് ദ കാനൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ക്ലാസിക് വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അത് യൂറോപ്പിലൊക്കെ മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വർഷങ്ങളോളം യൂസ് ചെയ്തിരുന്ന ഒരു ബുക്കാണ്. പിന്നീട് ഒരു അറബിക് മെഡിസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അവർ ആൽക്കെമിസ്റ്റുകൾ മറ്റേ ഫിലോസഫർ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് കോമൺ മെറ്റൽസിനെ ഗോൾഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് കുറേ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരികയും അത് മെഡിസിൻ ഇതിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ സ്പെയിനിലുണ്ടായിരുന്ന ഒരു സർജൻ അബു അൽ ഹസൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന സർജിക്കൽ ടെക്സ്റ്റൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അറബിക് മെഡിസിനിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്തിരുന്ന വിഭാഗം എന്ന് പറയുന്നത് യുനാനി മെഡിസിനാണ്. യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഗ്രീക്ക് മെഡിസിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ 4 ഹ്യൂമറുകളാണ് ഹ്യൂമൻ ബോഡീനെ ഉണ്ടാക്കുന്നത്. ആ ഹ്യൂമറിൻ്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനുള്ള മരുന്നുകൾ എന്നുള്ള രീതിയിൽ യുനാനി മെഡിസിൻ ആയിരുന്നു അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അറ്റാക്ക് വരികയും
മംഗോളിയൻസ് ഒക്കെ പേർഷ്യ ഇൻവേഡ് ചെയ്യാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെ നിന്ന് പല ഭാഗത്തേക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പലായനം ചെയ്തപ്പോൾ അവർ കൊണ്ടുവന്ന് ഇവിടെ പ്രൊമോട്ട് ചെയ്തതാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ശാഖ. അപ്പോൾ അതും ബേസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രീക്ക് മെഡിസിനിലുള്ള 4 ഹ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് യുനാനി മെഡിസിൻ ഉള്ളത്. അപ്പോൾ ഈ മിഡീവിയൽ കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു 1000 കൊല്ലത്തിൽ കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്ന് പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നതാണ് റിനൈസൻസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. 1450 to 1700 വരെയുള്ള കാലഘട്ടം. ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്, റിനൈസൻസ് കാലഘട്ടം എന്നാണ് പറയുന്നത്. മെഡിസിനും അതൊരു റിനൈസൻസ് കാലഘട്ടമായിരുന്നു. അപ്പോൾ 1450 തുടങ്ങി 1700 വരെയുള്ള ആ ഒരു 250 കൊല്ലമാണ് റിനൈസൻസ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതായത് മെഡിസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പള്ളിയുടെ ചേർച്ചിൻ്റെയൊക്കെ പിടി പതുക്കെ അയഞ്ഞു തുടങ്ങുകയും ആൾക്കാർ സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചു തുടങ്ങുക. എന്തുകൊണ്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അല്ലാണ്ടുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഗലീലിയോ ഗലീലി അന്ന് ടെലിസ്കോപ്പ് വെച്ചിട്ട് കണ്ടുപിടിച്ചത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുകയാണ്, അല്ലാതെ ഭൂമിക്ക് ചുറ്റും സൂര്യനല്ല എന്ന് പറഞ്ഞതിന് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് വന്നു. ചേർച്ചിൻ്റെ ഒപ്പോസിഷനും വന്നിരുന്നു. അതിനേക്കാളും അത് പുള്ളി പറയുന്നൊരു 1600 ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനേക്കാളും 100 കൊല്ലം മുമ്പ് കോപ്പർനിക്കസ് ഇതേ സംഭവം പറഞ്ഞിരുന്നു അന്ന്. പക്ഷേ അതിന് അത്രയധികം ആക്സെപ്റ്റൻസ് കിട്ടിയില്ലായിരുന്നു. ചേർച്ചിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഭൂമിയാണ് സെൻട്രൽ, ബാക്കി എല്ലാതും അതിൻ്റെ ചുറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രൂഫായിട്ട് ഗലീലിയോ പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാണ്ട് നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിനും ഒരുപാട് റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അത് ആക്സെപ്റ്റൻസ് വരുന്നത്. അതല്ലാണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ കുറേ മെഡിക്കൽ പേഴ്സണാലിറ്റീസ്, കുറേ സ്കോളേഴ്സൊക്കെ മെഡിസിനിലും സർജറിയിലും ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, അതുവരെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റുകളെ പൊളിച്ചെഴുതുന്ന തരത്തിലൊക്കെ ഒബ്സർവേഷൻസ്, അപ്പോൾ ഹ്യൂമൻ ബോഡി ഡിസെക്ഷനൊക്കെ കുറേ കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏൻഷ്യൻ തിയറീസ് തള്ളിക്കളയും പുതിയ കോൺസെപ്റ്റ്സ് ചിന്തിക്കാനും, സർക്കുലേഷൻ, ബ്രീത്തിങ്, ഡൈജഷൻ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് അവർ ചിന്തിക്കുകയും അതിനുള്ള പല പല മോഡലുകൾ അവർ വർക്കൗട്ട് ചെയ്ത് നോക്കുകയും ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതുപോലെ അന്ന് പ്രിൻറ്റിങ് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്ത് വന്നതുകൊണ്ട് ഒരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതിൽ അനാറ്റമിയിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കഥാപാത്രം ഒരു ഡോക്ടർ ആയിരുന്നില്ല. ഐ വാസ് ആൻ ആർട്ടിസ്റ്റ്. ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് ആളാണ് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഹ്യൂമൻ ബോഡിയുടെ സ്കെച്ചസ് വരച്ചിട്ടുള്ളത്. ആൾക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് മാത്രമേ അറിയായിരുന്നുള്ളൂ. അതുവരെയുള്ള എല്ലാ മെഡിക്കൽ ബുക്സും ഉണ്ടായിരുന്നത് ഗ്രീക്കിലോ അല്ലെങ്കിൽ ലാറ്റിനിലോ ആയിരുന്നു. അത് വായിക്കാനുള്ള വിവരം പുള്ളിക്കില്ലാതിരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ അത് സ്വയം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മണ്ടത്തരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് സ്വന്തമായിട്ട് കോപ്സുകൾ ഡിസെക്റ്റ് ചെയ്ത് പുള്ളിക്കാരനൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അത് വരച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിൻ്റെ ഓൾമോസ്റ്റ് അത്രയും പെർഫെക്ഷനോടുകൂടി തന്നെ പുള്ളിക്കാരൻ ഒരുപാട് ഡയഗ്രാംസ് അന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കാഴ്ചയുടെ പാത്വേ, സ്മെല്ലിൻ്റെ പാത്വേ ഒക്കെ പുള്ളിക്കാരൻ ആണ് ഏറ്റവും ആദ്യം വരച്ചുണ്ടാക്കിയിട്ടുള്ളത്. സ്പൈനൽ കോഡ് ഏറ്റവും അധികം ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്ത ആളുകളിൽപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പോൾ സ്കള്ള് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുക, ഒരു മനുഷ്യൻ നിൽക്കുക, കാല് വിടർത്തി നിൽക്കുക, അകത്തി നിൽക്കുക, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. പക്ഷെ അതിൽ നമ്മൾ ആക്ച്വലി പെയിൻറ്റിങ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആളത് ഉദ്ദേശിച്ചത് ഹ്യൂമൻ അനാറ്റമി എന്നുള്ള രീതിയിലായിരുന്നു. ഉള്ളിലത്തെ ഓർഗൻസിൻ്റെ പിക്ചേഴ്സ് ആൾ വരച്ചിട്ടുണ്ടായിരുന്നു. യൂട്രസിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കിടക്കുന്ന പിക്ചർ ആൾ വരച്ചിട്ടുണ്ട്. കാലിൻ്റെ ഓരോ ബോൺസും അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന മസിൽസ് ആൾ ഡീറ്റെയിൽഡായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനാറ്റമിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് ലിയനാർഡോ ഡാവിഞ്ചി. പിന്നെയുള്ള ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് തോമസ് ലിനെക്കർ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി ഇംഗ്ലണ്ടിലത്തെ ആളായിരുന്നു. 1460 to 1524 ആ ഒരു കാലഘട്ടത്തിലാണ്
ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വരുന്നവരും പോകുന്നവരൊക്കെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു, അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ ആൾ അതിൽ മനം മടുത്ത് തുടങ്ങിയതാണ് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് എന്ന് പറയുന്നത്. അത് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവരുടെ ലൈസൻസ് വേണം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് ഈ തോമസ് ലിനാക്കറാണ്. ആ റോയൽ കോളേജ് ഫിസിഷ്യൻ്റെ എക്സാമാണ് ഇപ്പോൾ ആൾക്കാർ MRCP എന്നൊക്കെ പറഞ്ഞ് എഴുതി പാസ്സാവുന്നത്. അത് അന്ന് കാലത്ത് തോമസ് ലിനാക്കർ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ്. പിന്നൊരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഗിറോലാമോ ഫ്രാക്കസ്റ്റോറോ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരൻ 1456 to 1553 ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ആളാണ്. ആൾ ഓൺ കണ്ടേജിയോൺ എന്ന് പറയുന്നൊരു ബുക്ക് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ എയറിലുള്ള സീഡുകൾ വഴിയാണ് അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത് പുള്ളിയാണ്. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വഴിയോ വെള്ളം വഴിയോ ഒക്കെ അത് സ്പ്രെഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി തിയറിയാണ് ആൾ കൊണ്ടുവന്നത്. അന്ന് ആ കാലത്ത് അതിന് ഒട്ടും ആക്സെപ്റ്റൻസ് കിട്ടിയില്ല. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം അതെന്തിനായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട് എന്ന്. പക്ഷെ അന്ന് അത് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ആരും ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത്. ഇത് പുള്ളി കൊണ്ടുവരുന്ന സമയത്ത് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടില്ല, മൈക്രോ ഓർഗാനിസം, ജേം എന്ന് പറയുന്നൊരു സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇങ്ങനെ ആയിരിക്കാം അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് പുള്ളി കൊണ്ടുവരുന്നത്. പിന്നെ ഒരാൾ പാരാസെൽസസ് എന്ന് പറയുന്ന സ്വിസ് ഫിസിഷ്യനാണ്. ആളാണ് ഈ ഹെർബൽ റെമഡീസ് മാറ്റിയിട്ട് കെമിക്കൽ ഡ്രഗ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ ഡോസാണ് ട്രീറ്റ്മെൻ്റ് ആണോ ടോക്സിസിറ്റി ആണോ എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൊണ്ടുവരുന്നത് പാരാസെൽസസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും പലർക്കും ഹെർബൽ മെഡിസിൻ എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള സാധനവും കെമിക്കൽ എന്ന് പറഞ്ഞത് ഭയങ്കര വിഷവും ആണെന്നുള്ളൊരു വിചാരമുണ്ട്. ഇത്രയും പ്രോഗ്രസ് ചെയ്തിട്ടും ഇത്രയും എവിഡൻസ് കിട്ടിയിട്ടും അതിന് മാറ്റി ചിന്തിക്കാത്ത ആൾക്കാർ ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അന്ന് കാലത്ത് ഹെർബൽ മെഡിസിന് മാത്രമേ ആക്സെപ്റ്റൻസ് ഉള്ളൂ. അന്ന് കാലത്ത് ആണ് പുള്ളിക്കാരൻ പറയുന്നത് ഹെർബൽ മെഡിസിനേക്കാളും എഫക്റ്റീവായിട്ട് നമുക്ക് കെമിക്കൽ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡോസാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണോ ടോക്സിസിറ്റി ആണോ എന്ന് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നത്. റെവല്യൂഷണറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നൊരു കോൺസെപ്റ്റാണ് പുള്ളിക്കാരൻ അന്ന് കൊണ്ടുവരുന്നത്. പിന്നെ പൾമനറി സർക്കുലേഷൻ, അതായത് ബോഡിയിലേക്ക് മൊത്തം ബ്ലഡ് എത്തുന്നുണ്ട്, അത് കൂടാതെ ലങ്സിലേക്ക് വേറെ ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു സ്പാനിഷ് ഫിസിഷ്യനാണ്, മൈക്കൽ സെർവറ്റസ് എന്ന് പറയുന്ന ഒരാൾ. ആൻഡ്രസ് വെസേലിയസ് എന്ന് പറഞ്ഞ ബ്രസൽസിൽ ഉണ്ടായിരുന്ന ഒരു ആളാണ് മോഡേൺ അനാറ്റമിയുടെ ഫൗണ്ടർ എന്ന് പറയാവുന്ന ഒരാൾ. ഓൺ ദ ഫാബ്രിക് ഓഫ് ഹ്യൂമൻ ബോഡി ഇൻ 7 books എന്ന് പുള്ളി ഇറക്കിയ ഒരു പുസ്തകം. അത് ഹ്യൂമൻ അനാറ്റമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബുക്സിൽ പെട്ടതാണ്. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു ബുക്കാണ് ആൻഡ്രസ് വെസേലിയസിൻ്റെ ബുക്ക്. പിന്നെ ഒരു മേജർ സർജിക്കൽ ഫീൽഡിൽ കുറേ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അംബ്രോസ് പാരി എന്ന് പറയുന്ന ആളാണ്. പുള്ളി ഒരു ബാർബർ സർജൻ ആയിരുന്നു. ബാർബർ സർജനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് കണ്ടം തുണ്ടം വെട്ടുന്ന ആൾക്കാർ എന്നൊക്കെ പറയാവുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അവർ. അതിൽ തന്നെ ഭയങ്കര സ്കിൽഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് സർജറിനെ കുറിച്ച് സ്റ്റഡി നടത്തുകയും അതിനെക്കുറിച്ച് ഇന്നോവേഷൻസ് നടത്തുകയും ചെയ്ത ഒരാളായിരുന്നു അംബ്രോസ് പാരി എന്ന് പറയുന്നത്. പുള്ളി ഒരു ഫ്രഞ്ചുകാരനായിരുന്നു. പുള്ളിനെ ഫാദർ ഓഫ് മോഡേൺ സർജറി, മോഡേൺ ഫോറൻസിക് പെത്തോളജി എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. ആള് സർജിക്കൽ ടെക്നീക്സ് ഒരുപാടെണ്ണം ഇൻവെൻറ്റ് ചെയ്തു. ബാറ്റിൽ ഫീൽഡ് മെഡിസിൻ, അന്ന് യുദ്ധങ്ങൾ ഭയങ്കര കോമൺ ആയിരുന്നു. അപ്പം ബാറ്റിൽ ഫീൽഡ് മെഡിസിൻ സർജറീസ് ഒക്കെ ഒരുപാട് ഇൻവെൻറ്റ് ചെയ്യും. വൂണ്ടുകൾ ട്രീറ്റ് ചെയ്യുക, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംപ്യൂട്ടേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റ്സ് കൊണ്ടുവന്ന ഒരു സർജനായിരുന്നു പുള്ളി. അതുപോലെ ഒരുപാട് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പകരം വയ്ക്കുന്ന പ്രോസ്തസിസ്, ആർട്ടിഫിഷ്യൽ ലിംസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടെണ്ണം കൺസെപ്ഷലൈസ് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരാളായിരുന്നു അംബ്രോസ് പാരി. പിന്നെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കേട്ടിട്ടുള്ള പേരായിരിക്കും വില്യം ഹാർവി എന്ന് പറയുന്ന പേര്. ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. പുള്ളി ഡി മോർ ടു കോർട്ടസ് എന്ന് പറയുന്ന ഒരു ബുക്ക് 1628 പബ്ലിഷ് ചെയ്തു. അതിലാണ് ഹാർട്ടാണ് ബ്ലഡ് എല്ലായിടത്തേക്കും പമ്പ് ചെയ്യുന്നത്, ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തിക്കുന്നത് ഹാർട്ടാണ്, ലങ്സ് അല്ല.
അതുപോലെ ബ്ലഡ് ഒരു സ്ഥലത്തുനിന്ന് കൺസ്യൂം ചെയ്ത് പോവുകയല്ല, അത് ഒരേ ബ്ലഡ് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആദ്യമായിട്ട് പറയുന്നത് വില്യം ഹാർവിയാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ പറഞ്ഞ മെഡിക്കൽ കോൺസെപ്റ്റ്സിലൊന്നും ഇങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചിലർ ഇതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്, പൾസേഷൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അവരും വിചാരിച്ചിരുന്നത് ബ്ലഡ് യൂസ് ചെയ്ത് പോകാമെന്നാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ് മാറിയിട്ടാണ് വില്യം ഹാർവിയുടെ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചികിത്സാ രീതികൾ ഇതിനു മുമ്പത്തെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചികിത്സാ രീതികളായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ജയൻറ്റ് ലീപ്പ് മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്നതാണ് വില്യം ഹാർവിയുടെ ഈ സർക്കുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ ഒരാൾ ഫ്രാൻസിസ്കസ് സിൽവിയസ് എന്ന് പറയുന്നൊരു ജർമ്മൻകാരൻ. പുള്ളിക്കാരനാണ് ഫിസിക്സും കെമിസ്ട്രിയും ബാക്കി എല്ലായിടത്തും അപ്ലിക്കബിൾ ആണെങ്കിൽ അത് ഹ്യൂമൻ ബോഡിയിലും അപ്ലിക്കബിൾ ആവണം എന്നൊരു ഐഡിയ കൊണ്ടുവന്നത് ഈ ഫ്രാൻസിസ്കസ് സിൽവസ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടിട്ടുള്ളൊരു പേരാണ് ആൻ്റണി വോൺ ല്യൂവൻഹൂക്ക്. പുള്ളി ഒരു ഡച്ചുകാരനായിരുന്നു. ആളാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അതിനേക്കാളും മുമ്പാണ് നേരത്തെ പറഞ്ഞ സീഡിങ് ആണ്, എയറിൽ വരുന്ന സീഡുകളാണ് അസുഖം എന്ന് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മൈക്രോസ്കോപ്പും മൈക്രോ ഓർഗാനിസവും ആൻ്റണി വോൺ ല്യൂവൻഹൂക്ക് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരാൾ ഇറ്റലിക്കാരനായ മാർസലോ മാൽഫീജി എന്ന് പറയുന്ന ആൾ. അതായത് നമ്മളുടെ ബ്ലഡ് ഹാർട്ടിൽ നിന്ന് വന്ന് ആർട്ടറി വഴി പൾസേറ്റ് ചെയ്ത് പോയി എന്നൊക്കെ ഹാർവി പറഞ്ഞു. അത് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നുണ്ട് വെയിൻ വഴി. ഇത് എങ്ങനെയാണ് ഇത് പൾസേഷൻ നടക്കുന്ന ആർട്ടറിയിൽ നിന്ന് വെയിനിലേക്ക് എത്തുന്നത് എന്നൊരു കോൺസെപ്റ്റ് അതും കഴിഞ്ഞിട്ട് ഈ മാൽഫീജി പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിയപ്പോഴാണ് കാപ്പിലറി അനാസ്റ്റമോസിസ്, അതായത് ആർട്ടറിയും വെയിനും കൂടി വന്നിട്ട് അവിടെ ചെറിയ ചെറിയ വെസൽസായി മാറി ഇത് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നു എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് മാർസലോ മാൽഫീജി. അടുത്ത ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് തോമസ് സിഡൻഹാം. പുള്ളി ബ്രിട്ടീഷുകാരനായിരുന്നു. പുള്ളിക്കാരന് ക്ലിനിക്കൽ മെഡിസിൻ ആൻഡ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് പുള്ളിക്കാരനാണ്. ഡിസീസുകളെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം, അതിനനുസരിച്ചിട്ട് അത് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നത് തോമസ് സിഡൻഹാമാണ്. തോമസ് സിഡൻഹാമാണ് മെഡിക്കൽ റെക്കോർഡ്സ് വളരെ ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആളെ ദ ഇംഗ്ലീഷ് ഹിപ്പോക്രാറ്റസ്, കാരണം ഒരു മേജർ മൈൽ സ്റ്റോൺ മെഡിസിനിൽ വരുന്ന ഹിപ്പോക്രാറ്റസിൻ്റെ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേഷ്യൻ്റ് റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊണ്ടുവരുന്നത് തോമസ് സിഡൻഹാമാണ്. ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഹോസ്പിറ്റൽസ് തുറന്നിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച്. പക്ഷെ നേഴ്സിംഗ് ഹോമുകൾ ഒരുപാട് വന്നു. നേഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് നേഴ്സിംഗ് ഓഫ് ദ സിക്ക് എന്നുള്ള ഉദ്ദേശം മാത്രം. നേരത്തെ പറഞ്ഞ പോലെ കെയറിങ് ഓഫ് ദ പേഷ്യൻ്റ് ആണ്, ക്യൂറിങ് ഓഫ് ദ പേഷ്യൻ്റ് അല്ല. അങ്ങനെയുള്ള കോൺസെപ്റ്റിൽ ചേർച്ചുകൾ തന്നെയാണ് കൂടുതൽ നേഴ്സിംഗ് ഹോം നടത്തിയിരുന്നത്. ഇങ്ങനെ ചില റെവല്യൂഷനൈസ്ഡ് ഐഡിയാസ് ഒക്കെ വന്നിരുന്നെങ്കിലും അന്നത്തെയും മേജർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനകളും ബ്ലീഡിങ്ങും പേർജിങ്ങും കുറേ ഹെർബൽ റെമഡീസൊക്കെ തന്നെയായിരുന്നു മെയിൻ സ്ട്രീമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ട്രൈ ചെയ്തിരുന്ന സംഭവമായിരുന്നു ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് വേദനയുണ്ട്, അപ്പോൾ അവിടെ ഒരു സാധനം വെച്ച് ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ വേദന അതിൽ നിന്ന് ഈ സാധനത്തിലേക്ക് മാറുമോ എന്നറിയുന്ന ഒരു കോൺസെപ്റ്റ്. പിന്നെ കളർ ട്രീറ്റ്മെൻറ്റ്, മഞ്ഞപ്പിത്തമാണെങ്കിൽ മഞ്ഞ കളറുള്ളൊരു സാധനം കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോകും. രക്തം ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണെങ്കിൽ ചുവന്ന കളറുള്ളൊരു സാധനം വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോവും എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അന്ന് കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കുറച്ച് കാലം മുമ്പ് വരെ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് വാദത്തിൽ നമുക്ക് പിടുത്തത്തിന് ബലമില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ പിടുത്തത്തിന് ബലമില്ലെങ്കിൽ പിടുത്തത്തിന് ബലമുള്ള ഒരു മൃഗം, അതായത് ഉടുമ്പിൻ്റെ ഇറച്ചി നിന്ന് കഴിഞ്ഞാൽ വാദം മാറും എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് ഇതിൻ്റെ ബാക്കിയാണ്. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ കളർ തിയറി, മഞ്ഞപ്പിത്തം ഉള്ളപ്പോൾ മഞ്ഞ സാധനം തിന്നു കഴിഞ്ഞാൽ എങ്ങനെ മഞ്ഞപ്പിത്തം മാറുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്ക് വാദത്തിന് ഉടുമ്പിൻ്റെ ഇറച്ചി നല്ലതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ആൾ കേട്ടുപരിചയമുള്ള സാധനമാണ്. അതുപോലെ കാലുവേദന ഉണ്ടെങ്കിൽ ആടിൻ്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കുക, ബാക്ക് പെയിൻ ആണെങ്കിൽ ആടിൻ്റെ നട്ടല് സൂപ്പ് വെച്ച് കുടിക്കുക. ഇതൊക്കെ ഈ കളർ തിയറിയുടെ തന്നെ മോഡിഫൈഡ് വേർഷൻസ് ആണ്. അപ്പോൾ 1700 വരെ
മെഡിസിൻ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സർക്കുലേഷൻ കണ്ടുപിടിച്ചു, അനാറ്റമി നമുക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ ആയി തുടങ്ങി എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. മോഡേൺ മെഡിസിൻ കാലഘട്ടം തുടങ്ങുന്നത് 1700 CE തുടങ്ങിയാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും എക്കണോമിക് ബൂമും ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഭക്ഷണത്തിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, ജോലിയെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളൊരവസ്ഥയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി.